അപ്പോൾ നമ്മൾ മാത്രമായിട്ട് ചെറിയൊരു ചടങ്ങാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് ഇന്നത്തേക്ക് 28 ദിവസമായിട്ടോ. കുറേ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും ഒക്കെ സഹിച്ച് നമ്മൾ ഒരു കുഞ്ഞിന് ജന്മം നൽകി അതിൻ്റെ 28 ദിവസത്തെ ചടങ്ങുകളും ഒക്കെ നമ്മൾ നടത്താൻ പോവാണ്. നമ്മളുടെ വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മൾ മാത്രമായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ചേട്ടായി പൊടിമോളെ കുളിപ്പിച്ചു, നെറുകപ്പൊടിയൊക്കെ ഇട്ടു. രാവിലെയാണ് വൈറ്റമിൻ്റെ ഗുളിയൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് ഉറങ്ങി കേട്ടോ. കുളി കഴിയുമ്പോൾ കുറച്ച് ഉറക്കം നല്ല രീതിയിൽ ഉറങ്ങും. അതൊരു പതിവാണ്. നമ്മുടെ വളകാപ്പിൻ്റെ ഡെക്കറേഷൻ്റെ ആ ഒരു ഷീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ വളകാപ്പിൽ നിന്ന് മാറ്റിയിട്ട് നൂലുകെട്ട് എന്നുള്ളത് എഴുതാൻ വേണ്ടിയിട്ടാണ് ചേട്ടായി ആ ഒരു വാഴലെടുത്തിട്ട് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഈ ഷീറ്റിൽ ഒട്ടിച്ച് വെക്കാമെന്ന് വിചാരിച്ച് നമ്മൾ നോക്കിയപ്പോൾ അത് ഒട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളൊരു ആണി അടിച്ച് വെച്ചിട്ട് വാഴലായതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. എല്ലാം ചെറിയ രീതിയിൽ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമല്ലോ, പിന്നീട് നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ അവർക്കത് കാണാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 28ൻ്റെ ചടങ്ങുകളെന്ന് വെച്ചാൽ ചരട് അമ്പലത്തിൽ പോയി പൂജിച്ച് കൊണ്ടുവന്ന ചരട് കുഞ്ഞിൻ്റെ അരയിൽ കെട്ടിക്കൊടുക്കുക, കൺമഷി എഴുതുക, വളയിടുക, കുഞ്ഞിൻ്റെ ചെവിയിൽ പേര് വിളിക്കുക, അതൊക്കെയാണ് 28-ന് നമ്മുടെ നാട്ടിലെ ചടങ്ങ് കേട്ടോ. അപ്പോൾ ചേട്ടായി കുറച്ച് പൂക്കളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് അങ്ങ് ഡെക്കറേറ്റ് ചെയ്യാൻ കേട്ടോ. വീടിനകത്ത് നമുക്ക് വലിയ വെട്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ വീടിന് പുറത്ത് നിന്നാണ് കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഡെലിവറിക്ക് ശേഷം എല്ലാ പെണ്ണുങ്ങളും 28-നായിരിക്കുമല്ലോ യാത്രയാവുന്നത്. എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും, ചിലവർക്ക് വണ്ണം വെക്കും. അപ്പോൾ ഡെലിവറി കഴിയുമ്പോൾ എല്ലാവർക്കും വണ്ണം വെക്കാൻ ചാൻസ് ഉണ്ടല്ലേ. എനിക്കും ചെറുതായിട്ട് വണ്ണമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുടി വളരും, അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ചേട്ടായി ഐശ്വര്യത്തോടു കൂടി വിളക്ക് കത്തിച്ചു, ചന്ദനത്തിരിയും ഒക്കെ കത്തിച്ചു. ഇനി കുഞ്ഞാവയുടെ ചെവിയിൽ പേര് വിളിക്കണം. ആദ്യം അരയിൽ ചരട് കെട്ടിയിട്ടാണ് പിന്നെ നമ്മൾ പേരൊക്കെ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ മടിയിൽ വെച്ചിട്ടാണ് ചേട്ടായി ചരട് കെട്ടാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ ചേട്ടായി അമ്പലത്തിൽ പോയിട്ട് ചരട് പൂജിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എടുത്ത് അരയിൽ കെട്ടും. അമ്മൂസിന് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കാനുണ്ട്. അമ്മൂസിൻ്റെ അതേപോലത്തെ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് ബേബിനെ കൊണ്ട് ഫോട്ടോഷൂട്ട് എടുപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അമ്മൂസിന് കൂട്ടിനൊരാൾ വന്നു എന്നുള്ളതാണ്. അമ്മൂസിന് കളിക്കാമല്ലോ, ബേബി ഇത്തിരിയും കൂടി വലുതാകുമ്പോൾ കളിക്കാം എന്നൊക്കെ പറഞ്ഞ് അമ്മൂസ് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചരട് കെട്ടാണ്. അപ്പോൾ ചരട് കെട്ടി പേര് വിളിക്കുകയാണ് കേട്ടോ. പേര് നില. അപ്പോൾ പിന്നെ ഇനി നമ്മൾ ഓരോരുത്തരും കരിവളയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. 90-നാണ് ഞങ്ങൾ സ്വർണ്ണമൊക്കെ ഇട്ട് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇനി കരിവള അമ്മൂസ് ആദ്യം ഇട്ട് കൊടുക്കാമെന്നും പറയുന്നുണ്ട്. അമ്മൂസ് വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ കരിവള ഇട്ട് കൊടുക്കുകയാണ്. പൊടിമോൾ നന്നായിട്ട് ഉറക്കത്തിലായിരുന്നു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞുകൊണ്ട് നല്ല ഉറക്കമാണ്. അല്ലെങ്കിൽ അല്ലറി പൊട്ടി കിടന്ന് കരയോ കേട്ടോ. അങ്ങനെയൊന്നും കിടന്ന് കളിക്കുന്ന ഒരു കൂട്ടത്തിലൊന്നും അല്ല. ഉറക്കത്തിൽ നിന്ന് എണീക്കുക, പാൽ കുടിക്കുക, കരയുക, ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഡെയിലി റൊട്ടീൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ കരിവള ഇട്ടു, ചരട് കെട്ടി, കൺമഷിയൊക്കെ എഴുതുകയാണ്. അങ്ങനെ ചെറിയ രീതിയിലുള്ള ചടങ്ങുകൾ ഇവിടെ വെച്ച് തീരുകയാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. പൊടിമോളെ വേറെ ഡ്രസ്സൊക്കെ ഇടിയിക്കണം. അമ്മൂസിൻ്റെ പോലത്തെ ഡ്രസ്സൊക്കെ ഇടിയിച്ചിട്ടുണ്ട്. പക്ഷേ ആൾ ഭയങ്കര കരച്ചിലായതുകൊണ്ട് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ കുറച്ച് റീലൊക്കെ എടുത്തായിരുന്നു കേട്ടോ. അവിടെ തന്നെ ഇരുന്നതുകൊണ്ട് കുറച്ച് റീല് കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. ഭക്ഷണം നമ്മൾ നോൺ വെജിലോട്ടാക്കി കേട്ടോ. എനിക്ക് കുറേ നാളായി നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഞാൻ തന്നെയാണ് പറഞ്ഞത് സദ്യയൊന്നും വേണ്ട, എനിക്ക് ചിക്കൻ ബിരിയാണി മതിയെന്ന്. അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ റെഡിയാക്കി വീട്ടിൽ തന്നെ റെഡിയാക്കി നമ്മൾ തന്നെ കഴിക്കുകയാണ് കേട്ടോ. ആൾ നല്ല ഉറക്കമായിരുന്നു. ഫോട്ടോസ് എടുക്കലും റീൽസ് എടുക്കലും ഒക്കെ ആയിട്ട് ആൾ ഭയങ്കര അവശതയായിട്ട് കിടന്ന് ഉറങ്ങിപ്പോയിട്ട് പെട്ടെന്ന്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടായി അത് പൊട്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെ തുടങ്ങി നടക്കണതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ നടുവേദന എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടായി ഗിഫ്റ്റൊക്കെ എടുത്തിട്ടും വന്നിട്ടും കൊച്ചിൻ്റെ ഡ്രസ്സുകൾ ഓരോന്ന് എടുത്ത് നോക്കിയപ്പോൾ കിട്ടിയതാണ് ഇതൊട്ടോ. അമ്മൂസിൻ്റെ കറക്റ്റ് ഭാഗത്തിനുള്ള ഒരെണ്ണം ചേട്ടായിയുടെ ഒരു ഫ്രണ്ട് കൊടുത്താണ് കേട്ടോ. ചിലപ്പോൾ അമ്മൂസിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരിക്കും.
അങ്ങനെ പൊടിമോൾക്ക് കിട്ടിയ ഒന്നോ രണ്ടോ കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ പൊട്ടിച്ച് നോക്കുമായിരുന്നു. എല്ലാം വെറൈറ്റി ഡ്രസ്സുകളായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എല്ലാം നമുക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് എല്ലാ ഡ്രസ്സുകളും ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ ഇതൊക്കെ ഒന്നും പൊടിയിക്കാൻ പറ്റില്ല. കുറച്ചും കൂടി ആയാലേ പൊടിമോൾ അതൊക്കെ ഇടിയിക്കാൻ പറ്റുള്ളൂ. ഒരു 6 മാസമൊക്കെ ആയി കഴിയുമ്പോൾ നല്ല രസമുണ്ടാവും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളുടെ 28ൻ്റെ ചടങ്ങുകൾ കേട്ടോ. ഇത് നമ്മൾ ഫോട്ടോഷൂട്ട് എടുക്കാം എന്നൊക്കെ വിചാരിച്ച് വെച്ചേക്കുകയാണ് കേട്ടോ. നമ്മുടെ തൊട്ടപ്പുറത്തെ താത്ത തന്നതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ആ ബോയും സോക്സും ഒക്കെ കാണാനായിട്ട്. അതൊക്കെ കഴിഞ്ഞ് ചേട്ടായും കട്ടിലേക്ക് കയറി പൊടിമോളുടെ അടുത്തൊന്ന് കിടന്നു കേട്ടോ. ഇനി നമ്മൾ വീട്ടിലെപ്പോഴും ഒറ്റയ്ക്കായിരിക്കും. നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ആൾ ഇന്നത്തെയും കൂടി ആയപ്പോൾ പോവാണ്. അപ്പോൾ ഞങ്ങൾ ഇനി ഒറ്റയ്ക്കാണ് കേട്ടോ. പ്രസവരക്ഷയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.